വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. തുടക്കം അല്ലെങ്കിൽ ഉദ്ഘാടനം എന്നാണ് ഫാത്തിഹ എന്ന വാക്കിൻ്റെ അർത്ഥം. മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ 7 ആയത്തുകളാണുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ മാതാവ് എന്നാണ് സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ സാരം മുഴുവൻ ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. ഫാത്തിഹ ഒരു ശിഫാ സൂറത്താണ്. എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും കണ്ണീറുകളിൽ നിന്നും മനുഷ്യന് കാവൽ നൽകുന്ന ശക്തമായ പ്രാർത്ഥനയാണിത്. സ്വപ്നത്തിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നത് കണ്ടാൽ അവന് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടാവുകയും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയും ചെയ്യുമെന്ന് സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഈ അധ്യായം ഒരു മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ അവതരിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് ഉച്ചത്തിൽ കരഞ്ഞു. കാരണം മനുഷ്യനെ വഴിപിഴപ്പിക്കുക എന്നതാണ് ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ മനുഷ്യന് അള്ളാഹുവിലേക്ക് നേരിട്ട് പ്രാർത്ഥിക്കാനും നേർമാർഗം അഥവാ സിറാത്തുൽ മുസ്തഖീം ചോദിക്കാനുമുള്ള ഏറ്റവും വലിയ വഴി തുറന്നു കിട്ടി. ഇത് ഇബ്ലീസിനെ നിരാശനാക്കി. ഒരു അടിമ ഫാത്തിഹ ഓതുമ്പോൾ ഓരോ ആയത്തിനും അള്ളാഹു നേരിട്ട് മറുപടി നൽകുന്നുണ്ടെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കുന്നു. അടിമയ്ക്ക് അള്ളാഹു അവൻ ചോദിച്ച നേർമാർഗം അള്ളാഹു നൽകുമെന്ന് ഉറപ്പു നൽകുന്ന സൂറത്താണിത്. തൻ്റെ കുതന്ത്രങ്ങൾ മനുഷ്യരിൽ ഫലിക്കാതെ പോകുമോ എന്ന ഭയവും കുശുമ്പുമാണ് ഇബ്ലീസിനെ ഉച്ചത്തിൽ കരയിപ്പിച്ചത്. പ്രാർത്ഥന, സന്മാർഗം, അള്ളാഹുവിനോടുള്ള അടിമത്തം എന്നിവ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രതിപാദിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളിലും ഏറ്റവും നിർബന്ധമായി ഓതേണ്ട സൂറത്താണിത്. ഫാത്തിഹ പാരായണം ചെയ്തില്ലെങ്കിൽ നമസ്കാരം സാധുവാകില്ല.